ഓ അബ്ദുള്ള, നിനക്ക് ആരാണ് മദ്രസ പഠിപ്പിച്ചത്? നിനക്ക് ആരാണ് ഇത്തരത്തിൽ വിഷം തുപ്പാൻ അനുമതി നൽകിയത്? അപ്പോ ഓ അബ്ദുള്ള പറഞ്ഞ കാര്യം നമുക്ക് വായിച്ചുകൊണ്ട് ഓ അബ്ദുള്ളക്ക് ഒന്നും കൂടി രണ്ടും കൂടി കൊടുക്കാം. ഓക്കെ, നോക്കുക. ഓ അബ്ദുള്ള പറയുകയാണ്, മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണം. എന്തിനാണ് ഓ അബ്ദുള്ള? നിന്നോട് ആരാണ് പറഞ്ഞത്? നീ മാത്രം ഉണ്ടാക്കിയ ഒരു മതമാണോ മുസ്ലിം? നിനക്ക് തോന്നിയതൊക്കെ വിളിച്ച് പറയണമെങ്കിൽ ഇത് എന്താണ്? മുസ്ലിം മതത്തിന് അതിൻ്റെതായ ഒരു കൾച്ചർ ഉണ്ട് ഓ അബ്ദുള്ള. എന്താണ് നിനക്ക് തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാൻ നിനക്ക് ആരാണ് അനുമതി നൽകിയത്? എന്ത് തെറ്റാണ് മമ്മൂട്ടി ചെയ്തത്? എന്ത് തെറ്റാണ് മോഹൻലാൽ ചെയ്തത്? നോക്കുക, എന്റെ സുഹൃത്തായ ഒരു ഹൈന്ദവന് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് തെറ്റ്? ഇവിടെ മോഹൻലാലും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? മോഹൻലാൽ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മമ്മൂട്ടിക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം, ആ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ ചെറിയ എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് മോഹൻലാൽ സാറിന് തോന്നിയപ്പോൾ മോഹൻലാൽ സാർ എന്ത് ചെയ്തു? മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തി ശബരിമലയിൽ പോയി. അതിനെ വിഷം തുപ്പുകയാണ് ഓ അബ്ദുള്ള. അപ്പോ എനിക്ക് പറയാനുള്ളത്, നല്ലവരായ മുസ്ലിമീങ്ങൾ നല്ല രീതിയിൽ, അതായത് പരസ്പരം എല്ലാവരെയും ബഹുമാനിച്ചും എല്ലാവരെയും സ്നേഹിച്ചും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇവനെ പോലെ വിഷം തുപ്പുന്ന, അതായത് ഓ അബ്ദുള്ളയെ പോലെ വിഷം തുപ്പുന്ന ഓരോ ഐറ്റങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇത് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നത്. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. അതായത് നമ്മളെല്ലാവരും ഒരു ചോരയാണ്, മനുഷ്യന്മാരാണ്. ആ രീതിയിൽ കാണണം ഓ അബ്ദുള്ള. നിനക്ക് ഇത്രമാത്രം വിഷം തുപ്പാൻ ആര് നിന്നോട് പഠിപ്പിച്ചു തന്നു? ഏത് മദ്രസയിലാണ് നീ പോയി പഠിച്ചത്? എല്ലാത്തിനുമുള്ള ഉത്തരം നീ പറയണം ഓ അബ്ദുള്ള. ഞാനൊരു കാര്യം പറയാം, ഈ നോമ്പ് സമയമാണ്. ഈ സമയത്ത് ഞാനുള്ളത് സൗദി അറേബ്യയിലാണ്. എന്റെ സുഹൃത്തുണ്ട്, അതായത് ഹൈന്ദവ സഹോദരങ്ങൾ 2 പേരുണ്ട്. അവർ എനിക്ക് വേണ്ടി ഇഫ്താർ അടക്കം നോമ്പടക്കം പിടിക്കുന്നുണ്ട് ഓ അബ്ദുള്ള. നീ കേൾക്കണം ഇത്. അതായത് അവരടക്കം നോമ്പ് പിടിക്കുന്നത് എന്തിനാണ്? കൂലിക്ക് വേണ്ടിയല്ല. അതാണ് നമ്മളോടുള്ള റെസ്പെക്റ്റിനാണ്. അതായത് ഒരു വെള്ളം പോലും കുടിക്കൂല. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നല്ലവരായ ഹൈന്ദവർ, അതായത് എന്റെ സുഹൃത്തുക്കളായ ഹൈന്ദവർ വെള്ളം കുടിക്കുന്നത്. എനിക്കുള്ള റെസ്പെക്ട്. നീ എന്ത് തേങ്ങാ കൊലയാണ് ഓ അബ്ദുള്ള നീ ചെയ്യുന്നത്? ഇതിന് സമൂഹത്തിന് മുമ്പിൽ നീ മാപ്പ് പറയണം ഓ അബ്ദുള്ള. നിനക്ക് ആര് പഠിപ്പിച്ചു അബ്ദുള്ള? നിനക്ക് ആരാണ് ഇങ്ങനെ പറയാൻ അനുമതി തന്നത് ഓ അബ്ദുള്ള? നീ പറയണം അബ്ദുള്ള. നീ ഇങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം, അതായത് നീ പറഞ്ഞു മുസ്ലിമീങ്ങളോട് മാപ്പ് പറയണമെന്ന്. ഏത് മുസ്ലിമീങ്ങളോടാണ് മാപ്പ് പറയേണ്ടത്? നിന്നെപ്പോലെയുള്ള നായ്ക്കളായ വിഷം തുപ്പുന്നവരോടാണ് മാപ്പ് പറയേണ്ടത്. എനിക്ക് പറയാനുള്ളത്, 2 കൂട്ടിലുമുണ്ട്. അതായത് ഈ ഹൈന്ദവ സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലും 2 വിഭാഗങ്ങളുണ്ട്. പറയുന്ന വായ് കൊണ്ട് പറയുന്നത് വർഗീയതയാണ്. അത്തരത്തിലുള്ളവരെ നമ്മൾ വിട്ടു നിൽക്കണം. അതായത് അത്തരത്തിലുള്ളവരെ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഈ ഓ അബ്ദുള്ളയും പിന്നീട് വരുന്ന മതങ്ങളിലും, അതായത് എല്ലാ മതത്തിലും ഒരു 10% ആൾക്കാരുണ്ട് വായ് എടുക്കുന്നതിന്റെ മതം പറയാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ സാർ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഓ അബ്ദുള്ള ഇത്രമാത്രം വിഷം തുപ്പാൻ പാടില്ലായിരുന്നു. ഓ അബ്ദുള്ള ഇതിന് മാപ്പ് പറയണം. മമ്മൂട്ടിയോട് മാപ്പ് പറയണം. നല്ലവരായ മുസ്ലിം സമൂഹത്തോടും ഓ അബ്ദുള്ള മാപ്പ് പറയണം. അതായത് ഞാനില്ല, ഓ അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്ന മുസ്ലിം ലിസ്റ്റിൽ ഞാനില്ല. ഞാൻ ഇപ്പൊ തന്നെ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ എനിക്കുള്ളത് പരസ്പരം എല്ലാവരെയും സ്നേഹിക്കണം, പരസ്പരം എല്ലാവരെയും ബഹുമാനിക്കണം. എല്ലാവരും ഒന്നാണ്, നല്ലവരാണ് എല്ലാ മനുഷ്യന്മാർ. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പഠിച്ച രീതിയിൽ, അതായത് മുസ്ലിമീങ്ങൾ, ഞാനടക്കമുള്ള മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന നല്ല രീതിയാണ്. അപ്പോ ആ നബിയുടെ കാലഘട്ടത്തിൽ അബൂജഹലായിരുന്നു നബിയുടെ ഏറ്റവും വലിയ ശത്രു. നോക്കുക, അബൂജഹലിന് ഒരു ദിവസം പനി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി സന്ദർശിച്ചു. ഈ കാര്യം ഞാൻ പറയുന്നത്, വിഷം തുപ്പുന്ന ഓ അബ്ദുള്ള ഇത് മനസ്സിലാക്കണം. എവിടെ നിന്നാണ് നിനക്ക് ആരാണ് ലൈസൻസ് തന്നത് ഓ അബ്ദുള്ള ഇത്തരത്തിൽ വിഷം തുപ്പാൻ? നീ ഇത്തരത്തിൽ വിഷം തുപ്പുന്നത് കൊണ്ട് പോകുന്നത് നല്ലവരായ ഞങ്ങളുടെ വിലയാണ് ഓ അബ്ദുള്ള. കണ്ട് പഠിക്കൂ അബ്ദുള്ള. ഈ റമദാൻ മാസത്തിൽ എത്ര നല്ലവരായ ഹൈന്ദവരാണ് റെസ്പെക്ട് തരുന്നത്. നീ സുരേഷ് ഗോപി അടക്കം, ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം, സുരേഷ് ഗോപി അടക്കം നോമ്പ് തുറക്കാൻ പങ്കെടുക്കുകയാണ്. അത്രമേൽ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന രീതിയിൽ കേരളം നീങ്ങുമ്പോൾ നീ എന്തിനാണ് ഓ അബ്ദുള്ള വിഷം തുപ്പുന്നത്? നീ മാപ്പ് പറയണം ഓ അബ്ദുള്ള. ഇതായത് ഇതിന്റെ താഴെ ചിലപ്പോ ആരെങ്കിലും വർഗീയതയുടെ മതം തലക്ക് പിടിച്ചവർ ചിലപ്പോ എനിക്കെതിരെ കമന്റ് ഇട്ട് വരാം. എന്ത് വേണമെങ്കിലും സംസാരിച്ചോ. ഓ അബ്ദുള്ള പറഞ്ഞത് തെറ്റാണ്. ഓ അബ്ദുള്ളയുടെ മുസ്ലിം സമൂഹത്തിൽ ഞാനില്ല. ഓ അബ്ദുള്ള ഇതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.